സിനിമയുടെ റിലീസിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. എല്ലാ സിനിമകളും ടാക്കീസിലും ഒ ടി ടിയിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. നമ്മളത് യൂട്യൂബിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ കേൽബ്രോ ബിജു ഋത്തിക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഏകദേശം 2 വർഷത്തോളം ആയി നമ്മൾ സിനിമ പൂർത്തിയാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 2 വർഷത്തോളമായി സിനിമ പൂർത്തിയാക്കിയിട്ട്. അപ്പോൾ അതിപ്പം നമ്മളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന തന്നെ നമ്മളെ ചാനലിലെ ഓരോ അംഗങ്ങളും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചാനലിലേക്ക് തന്നെ അത് ചെയ്യാമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുകയത്. ആദ്യം നമ്മളിത് ഒ ടി ടി നിലനിലാണ് സിനിമ ചെയ്തത്. അത് പിന്നെ വന്നപ്പോൾ ഇപ്പം അതിൻ്റെ വലിയ സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളിലുള്ള പടങ്ങളും മാത്രമല്ല അങ്ങനെ ഒ ടി ടിയിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കുറേ പുതുമുഖങ്ങളും അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും പുതുമുഖങ്ങളാണ്. അപ്പോൾ നമ്മളെക്കാട്ടി പുറത്തുള്ളവരാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ ഇത് ഒ ടി ടിക്ക് വന്നില്ല. കുറേ നമ്മൾ അന്വേഷിച്ചിരുന്നു. അവസാനം നമ്മളെ അതിനെ തന്നെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ 24-ാം തീയതി സിനിമ യൂട്യൂബിൽ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കേൽബ്രോ ബിജു ഋത്തിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വൈകുന്നേരം 7:10 ഡെയിലി വ്ളോഗ് പോകുന്ന പോലെ തന്നെ ആ ടൈമിൽ തന്നെ നമ്മൾ സിനിമ അതിലേക്ക് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബിജുവാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ ഡയറക്ടറിൽ ഒരാളാണ് അക്ഷയ്. സഞ്ജു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വേറൊരാളും കൂടി ഉണ്ട്. അതിൻ്റെ തിരക്കഥയും കാര്യങ്ങളിലും അക്ഷയ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സിനിമ കഴിഞ്ഞിട്ട് 2 വർഷമായി. അതിന് ശേഷം മറ്റു പല സിനിമകളുമായിട്ട് ഇങ്ങനെ കമ്മിറ്റായിട്ട് ഇങ്ങനെ ഇതിലാണ് ഉള്ളത്. അപ്പോൾ ഈ സിനിമ നമ്മൾ ആദ്യം ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ അന്നേരം ഇത് വ്ളോഗും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടുണ്ട് ഇത് എപ്പോൾ ഇറങ്ങും. അപ്പോൾ നമ്മൾ കരുതി എന്തായാലും നമുക്കിത് ഇറക്കാം, പെട്ടെന്ന് തന്നെ ഇറക്കാം. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനം നമ്മൾ ചാനലിൽ തന്നെ ഇറക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നുകൊണ്ട് അങ്ങനെ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് അവിടെ എത്തി നിൽക്കുന്ന ഒരു കാര്യം. ഒ ടി ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല, ഒ ടി ടികൾ എന്തായാലും നമുക്കൊരു വലിയൊരു പുതുമുഖങ്ങളായതുകൊണ്ട് എല്ലാവരും അതിന് തന്നെ അതാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് ഒ ടി ടിയിൽ നിന്ന് പൈസ ആയാലും ബിസിനസ് നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ ആൾക്കാർ എന്തായാലും ഒരു ഒ ടി ടിയിലേക്ക് നമ്മൾ സിനിമ ഇട്ട് കഴിഞ്ഞാലും ഒരു 130-140 രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പിന്നെ അത് എല്ലാവർക്കും സാധാരണക്കാർക്ക് അറിയണമെന്നില്ല. അത്ര ആൾക്ക് ഇപ്പം നെറ്റ്ഫ്ലിക്സ് അതുപോലുള്ളത് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മളെ ചാനലിലാകുമ്പോൾ യൂട്യൂബിലാകുമ്പോൾ നമുക്ക് നെറ്റ് സാധാരണ എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മളെ കാണുന്ന വ്ളോഗ് കാണുന്ന പോലെ തന്നെ സിനിമയും കാണാൻ പറ്റും. 1.5 മണിക്കൂർ നമ്മൾ ഒ ടി ടി ക്രൈറ്റീരിയയിൽ തന്നെ ചെയ്ത പടം. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ഉണ്ട് സിനിമ. അതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയനാട്ടിലാണ് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് സിനിമ. വയനാട്, കണ്ണൂർ 90% വയനാട്ടിലും പിന്നെ കണ്ണൂരും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറർ ത്രില്ലർ ഫാമിലി മോഡ് സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വയനാട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. നമ്മൾ അങ്ങനെ ഒരു സ്ഥലം ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലവും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളും പല സമയത്തും അവിടെ പേടിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനുകൂടി നമ്മളെയും കൂടി ആ സ്ഥലം നമ്മൾ പേടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ സിനിമയിൽ നമ്മൾ ചെയ്യാത്ത പല സാധനങ്ങളും ഒരു ഗിമ്മിക്കുകൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മളും പിന്നെയാണ് അത് എഡിറ്റിംഗ് ടൈമിലാണ് നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളെ പല സ്ഥലങ്ങളിലുള്ളവരാണ് ഇതിൻ്റെ അകത്ത് നമ്മളെ ക്രൂ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പ്രസ് മീറ്റിലേക്ക് കണ്ണൂരേക്ക് പെട്ടെന്ന്. അവരെല്ലാവരും സിനിമകളുമായിട്ട് ഇപ്പോൾ തിരക്കായി. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവർ അന്ന് അഭിനയിച്ചാലും പല സിനിമകളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ജയസൂര്യയുടെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന കത്തനാറിൽ വരെ നമ്മളെ സിനിമയിൽ അഭിനയിച്ച സ്റ്റാർട്ട് ചെയ്തവരിപ്പം വേഷം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരണമെന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ടിംഗ് ആയതുകൊണ്ട് ഇവിടെ വരേണ്ടതായിരുന്നു. അപ്പോൾ അവർക്കും സിനിമ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇന്നലെ പോയതാണ്. പിന്നെ എൻ്റെ കോ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സഞ്ജു കൃഷ്ണ വടകരയാണ്, കണ്ണൂരല്ല. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്കും വരാൻ പറ്റിയിട്ടില്ല. നമ്മളെ ഇതിൻ്റെ മൃദുല വാര്യർ ഇതിൽ നമ്മളൊരു പാട്ട് പാടിയിട്ടുണ്ട്.